കല്ലാറിലാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുട്ടീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടീസ് വ്ലോഗ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും, എന്തുകൊണ്ടായിരിക്കും ഞാൻ കുട്ടീസ് വ്ലോഗ് എന്ന് പറഞ്ഞത്. അതിന് കാരണം ഇവരാണ്. ഈ എൻ്റെ വീട്ടിൽ ഇരിക്കുന്ന 4 പേരാണ്. ഹായ് ബ്രാ. ഇന്നത്തെ എൻ്റെ വ്ലോഗ് ഇവരോടൊപ്പമാണ്. അപ്പോൾ ഇന്ന് ഞാൻ വ്ലോഗ് ചെയ്യാൻ പോകുന്ന സ്ഥലം പൊന്മുടിയാണ്. പക്ഷേ പൊന്മുടിയിൽ നമ്മൾ പോകുന്ന വഴിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ആറാണ് കല്ലാറ്. കല്ലാറിൽ കഴിഞ്ഞ 2-3 തവണ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം വളരെ വെള്ളമൊന്നും ഇല്ലാത്തൊരു കണ്ടീഷനാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇറങ്ങാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ കൂടിയാണ്. അപ്പോൾ ഇവിടെ ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തായാലും ഇറങ്ങണമെന്ന് തോന്നി. ഞാൻ ഇറങ്ങി ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ഇവിടുത്തെ ഈ പാറകളും കല്ലും ഒക്കെ കണ്ടപ്പോൾ മറ്റൊരു കൗതുകം തോന്നി. അങ്ങനെ ഞാൻ കല്ലുകൊണ്ടൊരു ഗോപുരം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഇതുവരെ എത്തിയിട്ടുണ്ട് എൻ്റെ ഗോപുരത്തിൻ്റെ പൊക്കം. ഇനി കുറച്ചുകൂടി പൊക്കത്തിലാക്കാൻ പറ്റുമെന്നാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കല്ലാറിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും വളരെ അടിപൊളിയാണ് ഇവിടുത്തെ ഒരു ലൊക്കേഷൻ. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് കഴിയും, ഈ കുട്ടികളെല്ലാവരും തന്നെ വളരെ ഫ്രീ ആയിട്ടാണ് ഇവിടെ കളിക്കുന്നത്. കുറച്ച് പാറകളിൽ ചെറുതായിട്ടൊരു വഴുക്കലുണ്ടെന്ന് അല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് കുട്ടികൾ കൊണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് പറ്റും. പിന്നെ വെള്ളത്തിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമുള്ളൊരു കാര്യം കൂടിയാണല്ലോ. ഇവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പൊന്മുടിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകാം.
സ്വന്തം ഹിൽ സ്റ്റേഷനായ പൊന്മുടിയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. എൻ്റെ പിന്നിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഓരോ മലകളായിട്ട് ഇങ്ങനെ പച്ച വിരിച്ച പോലെ ഇങ്ങ് കിടക്കുകയാണ്. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല. ഞാൻ വാച്ച് ടവർ ലക്ഷ്യമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേരെ താഴെ നല്ല കുറച്ച് നന്നായിട്ടുള്ള വഴി കിടപ്പുണ്ട്, റോഡ് കിടപ്പുണ്ട്. എന്തായാലും സന്ധ്യ മയങ്ങുന്ന ഈ ഒരു നേരത്ത് കുട്ടീസ് ഇവിടെ പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പൊന്മുടി എന്ന് പറയുമ്പോൾ നമ്മുടെ തിരുവനന്തപുരംകാർക്ക് ഏറെ സുപരിചിതമായിട്ടുള്ളൊരു ഹിൽ സ്റ്റേഷനാണ്. പിന്നെ പുറത്തുനിന്ന് അങ്ങനെ അധികം ആളുകളാരും ഇവിടെ വരാറില്ല. എന്നാലും നമുക്ക് വൺ ഡേ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഒരു ഹിൽ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ പൊന്മുടി എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും വളരെ മികച്ചൊരു അനുഭവം തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും കുട്ടികളുമായിട്ട് നിങ്ങൾ ഈ ഒരു വെക്കേഷൻ ഒരു ദിവസമെങ്കിലും ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു വൺ ഡേ ട്രിപ്പ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് പൊന്മുടി. അതുപോലെ തന്നെ ഇവിടുത്തെ പാർക്കും കുട്ടികൾക്ക് ഒരുപാട് കളിക്കാനായിട്ട് കുറച്ച് സമയമെങ്കിലും നമുക്ക് ചെലവഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഈ വ്ലോഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.